കോൺഗ്രസ് RSSനോട് ഐക്യപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താമെങ്കിൽ RSSനെ കുറ്റിപ്പെടുത്താം എന്ന് കോൺഗ്രസും ലീഗും എത്രയോ തവണ തെളിയിച്ചില്ലേ? ബേപ്പൂരിൽ പരസ്യമായി സഖ്യമുണ്ടാക്കിയില്ലേ? BJPയുമായിട്ട് മുസ്ലിം ലീഗ് മാധവൻകുട്ടിയെ ജയിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കൾ ഇറങ്ങിയത് ഓർമ്മയില്ലേ? അതിന് കിട്ടിയ ശിക്ഷയല്ലേ മാറാട്ട കലാപം? ലീഗും RSSും തമ്മിൽ നടത്തിയ രഹസ്യ ബാന്ധവത്തിന് കിട്ടിയ ശിക്ഷയാണ് മാറാട് നടന്ന കലാപം. ആ കലാപത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടില്ലേ? ആ കലാപത്തിൽ RSSകാർ കൊല്ലപ്പെട്ടില്ലേ? എന്നിട്ട് അങ്ങോട്ട് അന്നത്തെ UDFന്റെ സർക്കാരിന്റെ കാലത്ത്, ആന്റണിയുടെ കാലത്ത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ സന്ദർശനത്തിന് ചെന്നപ്പോ RSSന്റെ നേതാക്കൾ അവരെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ആന്റണിക്ക് വേണമെങ്കിൽ പോകാം, കുഞ്ഞാലിക്കുട്ടി ഒരടി മുന്നോട്ട് വെക്കരുത്. ആന്റണി കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞു, തിരിച്ചു പോയിക്കോളൂ കുഞ്ഞാലിക്കുട്ടി, ഞാൻ അവിടെ പോയിട്ട് കാര്യങ്ങൾ നോക്കി വരാം. കുഞ്ഞാലിക്കുട്ടി ഇളിമ്പ്യനായി തലതാഴ്ത്തി അവിടെ നിന്ന് മടങ്ങിപ്പോന്നില്ലേ? നൂറുകണക്കിന് പോലീസുകാരുടെ ബന്ദോബസ്തുണ്ടായിരിക്കെ. എന്നാൽ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എളമരം കരീമിനെ ഒരു ഭാഗത്തും VKC മുഹമ്മദ് കോയയെ മറുഭാഗത്തും തന്റെ ഇടത്തും വലത്തും നിർത്തി മാറാട്ട് നടന്ന കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ഓർമ്മയില്ലേ കോൺഗ്രസുകാർക്ക്, ലീഗുകാർക്ക്? കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞയക്കണം, തിരിച്ചയക്കണം എന്ന് പറഞ്ഞ അതേ ആളുകൾ സഖാവ് പിണറായി വിജയനോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം സഖാവേ, എളമരം കരീമിനെയും VKC മുഹമ്മദ് കോയയെയും കയറ്റിവിടില്ല. ഇത് കേട്ട സഖാവ് പിണറായി വിജയൻ ആന്റണി കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞതുപോലെ പറഞ്ഞ് തിരിച്ചയക്കുകയല്ല ചെയ്തത്. തന്റെ രണ്ട് സഹപ്രവർത്തകരുടെ കൈയും പിടിച്ച് മാറി നിൽക്കണോ എന്ന് പറഞ്ഞ് കലാപബാധിത പ്രദേശം സന്ദർശിച്ചു. അങ്ങനെ ആവണം ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ആവണം ഒരു ഭരണകർത്താവ്. എന്തേ അത് കോൺഗ്രസിന് കഴിയുന്നില്ല? ആന്റണിയുടെ മകൻ തന്നെ പോയില്ലേ BJPയിലേക്ക്? കോൺഗ്രസുകാര് സ്വന്തം ഭാര്യമാരെ, സ്വന്തം മക്കളെ കോൺഗ്രസ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ് ആന്റണിയെ. കേന്ദ്രമന്ത്രിസ്ഥാനം നിരവധി തവണ കൊടുത്തു. ജീവിതത്തിലെ 50 കൊല്ലം MPയോ MLAയോ കേന്ദ്രമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയി വിലസി നടന്നു ശ്രീമാൻ AK ആന്റണി. പക്ഷേ തന്റെ ഭാര്യക്കോ തന്റെ മക്കൾക്കോ കോൺഗ്രസ് എന്താണെന്ന് ഒരിക്കൽ പോലും പഠിപ്പിച്ചു കൊടുത്തില്ല, പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ടല്ലേ ആന്റണിയുടെ ഭാര്യ അവര് പറഞ്ഞത് പരസ്യമായി പത്രക്കാരോട്. അവരൊരു ചർച്ചിൽ പോയി പുരോഹിതനോട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു, എന്റെ മകൻ BJP ആകുന്നത്, എന്താണ് ഫാദർ ചെയ്യേണ്ടത്? ഫാദർ പറഞ്ഞു, അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അയാളെ BJPയിലേക്ക് വിടൂ, അവൻ ഉന്നത സ്ഥാനത്തെത്തും. അങ്ങനെയാണ് അനിൽ ആന്റണി BJPയിൽ എത്തിയത്. തന്റെ സ്വന്തം മകന്, സ്വന്തം ഭാര്യക്ക് ശ്രീമാൻ AK ആന്റണി കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് എടുത്തു കൊടുത്തിരുന്നെങ്കിൽ ഈ ദുര്യോഗം ആന്റണിയുടെ കുടുംബത്തിനുണ്ടാകുമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് കോൺഗ്രസുകാരും ലീഗുകാരും എപ്പോഴും പറയാറുള്ളതാണ്, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പഠന ക്ലാസും യോഗം ചേരലും LC കമ്മിറ്റിയും DC കമ്മിറ്റിയും AC കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയും ഇതെന്ത് പാർട്ടിയാണ്? എടോ, അങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റിയും LC കമ്മിറ്റിയും AC കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പഠന ക്യാമ്പുകളും നിരന്തരം നടക്കുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും RSSനോട് ഇഞ്ചോടിഞ്ച് പൊരുതി നിൽക്കുന്നത്. ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ചെവിയിൽ ചൊല്ലിക്കൊടുക്കുന്നത് ബാങ്കുലി നാദമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ബാങ്കിന്റെ നാദമാണ് ഒരു കുടുംബത്തിൽ, ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു കുട്ടിയുടെ ചെവിയിൽ ചൊല്ലിക്കൊടുക്കുന്നതെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ മനസ്സിൽ
രൂഢമൂലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അവരുടെ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കുന്നത് ഫാഷിസ്റ്റ് വിരുദ്ധ, ഹിന്ദുത്വ വിരുദ്ധ, ലോകത്ത് എല്ലാ വർഗീയതകൾക്കുമെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വീരഗാഥകളാണ്. അതാണ് വ്യത്യാസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ദുര്യോഗമല്ലേ കോൺഗ്രസ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇടതുപക്ഷം ക്ഷീണിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചാൽ അത് ഈ രാജ്യത്തുള്ള പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യന് സംഭവിക്കുന്ന ക്ഷീണമാണ് എന്ന് തിരിച്ചറിയണം. ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും കൂടെയല്ലേ നിന്നത്? 1600 രൂപ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ 9 കൊല്ലക്കാലമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 600 രൂപയായിരുന്നു UDF സർക്കാർ കേരളം ഭരിച്ചിരുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത്. അതും 18 മാസം കുടിശ്ശികയാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അന്ന് ഇറങ്ങിപ്പോയത്. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്തതിന് ശേഷം 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു ക്ഷേമ പെൻഷൻ. UDFന്റെ കാലത്ത് 34 ലക്ഷം ആളുകൾക്കായിരുന്നു ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് എങ്കിൽ 1600 രൂപ വെച്ച് 64 ലക്ഷത്തോളം ആളുകൾക്ക് കേരളത്തിൽ ക്ഷേമ പെൻഷൻ നൽകുന്നു. 2 ഗഡു ഇതാ ഇപ്പോൾ അനുവദിച്ചു കഴിഞ്ഞു. ഈ നാട്ടിലെ വയോജനങ്ങൾക്ക് 64 ലക്ഷം വരുന്ന വയോജനങ്ങൾക്ക്, അവരിൽ വിധവകളുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്. അവർക്ക് ഈ പെൻഷൻ നൽകുന്ന കരുത്ത് ചെറുതാണോ? ഇന്ത്യ മഹാരാജ്യത്ത് ഏത് സംസ്ഥാനത്തുണ്ട് മൊത്തം ജനസംഖ്യയുടെ 1/4 പേർക്ക് പെൻഷൻ കിട്ടുന്ന സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനം? ആകെ കേരളത്തിലെ ജനസംഖ്യ 2.5 കോടിയാണ്. ആ 2.5 കോടി ജനസംഖ്യയിൽ 64 ലക്ഷത്തോളം ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ. എന്ന് വെച്ചാൽ 5 ആളുകൾ കൂടിയാൽ അതിൽ ഒരാൾക്ക് ക്ഷേമ പെൻഷൻ ഉണ്ട്. ഇത് നിലനിൽക്കുന്ന മറ്റേതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? കേരളത്തിൽ മറ്റെവിടെയെങ്കിലും, ഇന്ത്യ രാജ്യത്ത് മറ്റെവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കും? 4.5 ലക്ഷത്തിലധികം ആളുകൾക്കാണ് 9 കൊല്ലം കൊണ്ട് പുതിയ വീടുകൾ കൊടുത്തത്. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ. 4.5 ലക്ഷം ആളുകൾക്ക് 4.5 ലക്ഷത്തിലധികം വീടുകൾ. ഏതാണ്ട് 5.25 ലക്ഷം അപേക്ഷകരാണുള്ളത്. 75,000 പേർക്ക് ഈ 1 കൊല്ലം കൊണ്ട് പുതിയ വീടുകളിലേക്ക് മാറി താമസിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ 5.25 ലക്ഷം കുടുംബങ്ങൾക്കാണ് 5.25 ലക്ഷം വീടുകൾ ഇടതുപക്ഷ സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ വയനാട്ടിൽ അതിന്റെ കൂടുതൽ ഗുണഭോക്താക്കൾ ഉണ്ടല്ലോ, ഞാനത് പറയേണ്ടതുണ്ടോ? അങ്ങനെ എന്തൊക്കെ സർക്കാർ സ്കൂളുകളിലേക്ക് പോയി നോക്കൂ നിങ്ങൾ. പണ്ടത്തെ സർക്കാർ സ്കൂളാണോ ഇപ്പോൾ? 9 കൊല്ലങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു സർക്കാർ സ്കൂളുകളുടെ സ്ഥിതി? അവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ടായിരുന്നോ കുട്ടികൾക്ക്? തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, ചീഞ്ഞുനാറിയ പരിസരങ്ങൾ, ചോർന്നൊലിക്കുന്ന ക്ലാസ് റൂമുകൾ, ഒടിഞ്ഞ ബെഞ്ചുകൾ, തകർന്ന കസേരകൾ, ഇതൊക്കെയായിരുന്നില്ലേ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ? ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ സ്കൂളിൽ ഒന്ന് പോയിട്ട് അന്നത്തെ സാഹചര്യമാണോ നിലനിൽക്കുന്നത് എന്ന് പരിശോധിച്ചു നോക്ക്. എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കിയില്ലേ? ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ തുടങ്ങി വ്യാപകമായി. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠന സൗകര്യമുള്ള സർക്കാർ സ്കൂളുകളിൽ മുഴുവൻ ഇംഗ്ലീഷ് മീഡിയം ബാച്ചും തുടങ്ങിയില്ലേ? 2 ബാച്ചുണ്ടെങ്കിൽ 1 ഇംഗ്ലീഷ് മീഡിയം ആക്കാം. 4 ബാച്ചുണ്ടെങ്കിൽ 2 ഇംഗ്ലീഷ് മീഡിയം ആക്കാം. 6 ബാച്ചുകളുണ്ടെങ്കിൽ 3 ഇംഗ്ലീഷ് മീഡിയം ആക്കാം. സാധാരണക്കാരന്റെ മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1 പൈസയും കൊടുക്കാതെ പഠിക്കാനുള്ള സാഹചര്യം പിണറായിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയില്ലേ? സർക്കാർ ആശുപത്രികളിലേക്ക് ഒന്ന് പോയി നോക്കൂ നിങ്ങൾ. UDF ഭരിച്ചിരുന്ന കാലത്തെ പോലെയാണോ സർക്കാർ ആശുപത്രികൾ? അവിടെ ഏത് രോഗത്തിനുമുള്ള ചികിത്സ ലഭ്യമാകുന്ന സ്ഥിതി ഉണ്ടായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, വയനാട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ നിങ്ങൾ ഏത് ചികിത്സയും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് എപ്പോഴാണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളെ
അഭിമുഖീകരിച്ചതോടൊപ്പം നാടിന്റെ വികസനത്തിന് വേണ്ടിയും ഗവൺമെന്റ് കർശനമായ നിലപാടുകൾ സ്വീകരിച്ചില്ലേ? നാഷണൽ ഹൈവേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 2000-ഓളം ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറാൻ സഖാവ് പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുമായിരുന്നോ? UDFന്റെ സർക്കാർ വേണ്ടെന്ന് വെച്ച പദ്ധതിയല്ലേ? പൊന്നും വില കൊടുത്തല്ലേ സർക്കാർ സ്ഥലം ഏറ്റെടുത്തത്? ഒരാളുടെ കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് നാഷണൽ ഹൈവേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പണിതുകൊണ്ടിരിക്കുന്നത്. അത് ഗഡ്കരിയാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. എടോ, ഗഡ്കരി മന്ത്രിയായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ കോൺഗ്രസ് മന്ത്രിയായിരുന്ന കാലത്ത്, കോൺഗ്രസിന് ഭരണമുണ്ടായിരുന്ന കാലത്ത് ഈ നാഷണൽ ഹൈവേ നിങ്ങൾക്ക് പണിയാമായിരുന്നില്ലേ? കേന്ദ്രത്തിൽ കോൺഗ്രസ്, ഇവിടെ നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നു എങ്കിൽ എന്നേ ഇത് പണിയപ്പെടുമായിരുന്നില്ലേ? നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇവിടെ ഏതെങ്കിലും ആളുകൾ 4 പേര് ഒരു കൊടി പിടിച്ച് സമരം ചെയ്താൽ ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഭീരുക്കളെ പോലെ പിന്മാറി ആ പാരമ്പര്യമല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ വേണ്ടെന്ന് വെച്ച പദ്ധതി കത്തിയും കഴുത്തും കോൺഗ്രസിന്റെ കയ്യിലായിരുന്ന കാലത്ത്, കേന്ദ്രവും കേരളവും കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലം, ആ കാലത്ത് എന്തേ നിങ്ങൾക്ക് സ്ഥലം ഏറ്റെടുത്തു കൊടുത്ത് കോൺഗ്രസ് സർക്കാരിനെ കൊണ്ട് ഇവിടെ നാഷണൽ ഹൈവേയുടെ 6 വരി പാത ഉണ്ടാക്കിക്കാൻ സാധിച്ചില്ല? BJP വന്നു, അപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പിണറായി സർക്കാർ വന്നു, പിണറായി ഗവൺമെന്റ്, പിണറായി വിജയൻ എല്ലാവരെയും കൂട്ടിയിരുത്തി പറഞ്ഞു, നിങ്ങളുടെ വീടിന്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സ്ഥലത്തിന്, നിങ്ങൾ നട്ടു വളർത്തിയ ഒരു വെണ്ടക്കയുടെ തൈയുണ്ടെങ്കിൽ അതിനു പോലും സർക്കാർ നഷ്ടപരിഹാരം നൽകും. ഒരു വീടിന് പകരം അതേ വീട് ഇന്നുണ്ടാക്കാൻ 4 ഇരട്ടി പണം വരും. ആ 4 ഇരട്ടിയിലധികം പണമാണ് അനുവദിച്ചത് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക്. നാഷണൽ ഹൈവേയുടെ ഓരത്ത് താമസിച്ചിരുന്നവർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരമായി കിട്ടിയപ്പോ അതിന്റെ നേട്ടം നിങ്ങൾക്കുമുണ്ടായി, ഈ വയനാട്ടുകാർക്ക്. അതെങ്ങനെ? മലപ്പുറത്ത് നിന്ന് ഒരുപാട് ആളുകളാണ് വയനാട്ടിൽ വന്ന് സ്ഥലം വാങ്ങിയത്. അവർ റിസോർട്ടുകൾ പണിതുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ കൊടുത്ത പണമാണ്. നല്ല പൈസ, വൈറ്റ് മണി. സത്യത്തിൽ മലപ്പുറത്തുകാർക്കാണ് പണം കിട്ടിയതെങ്കിലും അതിന്റെ പ്രയോജനം ഈ വയനാട്ടുകാർക്കുണ്ടായി. ഈ കോൺഗ്രസുകാർക്ക് അത് വേറെ കാര്യം. ലീഗും കോൺഗ്രസും ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത് എങ്കിൽ എത്ര പൈസ അവര് കീശയിലാക്കിയിട്ടുണ്ടാവും. ഈ ആളുകളുടെ അടുത്തൊക്കെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് ഓരോരുത്തർക്കും പൈസ എത്ര കിട്ടുമെന്നുള്ളത് ഇവര് നോക്കി വെക്കും. എന്നിട്ട് പറയും, പാവപ്പെട്ട ബീരാങ്കന്റെ പേരിൽ പോയിട്ട്, ബീരാങ്ക, നിങ്ങളെ സ്ഥലത്തിന് നമ്മള് തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 45 ലക്ഷമാണ്, എവിടെ 60 ലക്ഷക്കാരിൽ എഴുതിയിട്ടുണ്ടാവുക, അത് നമുക്കൊന്നും കൂടി ഞങ്ങളൊന്ന് പോയിട്ട് 65 ലക്ഷം ആക്കാം, ചെറിയൊരു ചെലവൊക്കെ ഉണ്ടാവും. എത്ര ആൾക്കാരെ പൈസ പിടുങ്ങിയിട്ടുണ്ടാവും വരും. കോൺഗ്രസുകാരും ലീഗുകാരുടെ കാലത്ത് ആ പൈസ നാട്ടുകാർക്ക് കിട്ടാതിരുന്നത് കൊണ്ട് പൈസ മുഴുവൻ ഓൽക്ക് തന്നെ കിട്ടി. അതുകൊണ്ട് ഓല് തന്നെ വികാരം കിട്ടുന്ന ഒരവസ്ഥ നമ്മളുടെ നാട്ടിലുണ്ടായി. അല്ലെങ്കിൽ എത്ര ആളുകളെ പറ്റിച്ചിട്ടുണ്ടാവും വരും കോൺഗ്രസുകാരും ലീഗുകാരും. അതല്ലേ ഒരു പണി, ആളുകളെ പറ്റിക്കുക എന്നുള്ളതാണല്ലോ ഇവര് പ്രധാനപ്പെട്ട ജോലിയായിട്ട് കാണുന്നത്. ഈ കോടിക്കണക്കിന് രൂപ ആളുകൾക്ക് നഷ്ടപരിഹാരമായി കൊടുത്തിട്ട് ഒരു കാലിച്ചായ, ഒരു കട്ടൻ ചായ ഏതെങ്കിലും ഒരു സഖാവ് വാങ്ങിക്കുടിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ വേണ്ടി കഴിയൂ? അതാണ് കോൺഗ്രസും ലീഗും CPM-ഉം ഇടതുപക്ഷ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം ആരും മറന്നുപോകരുത്. പിണറായി വിജയനെ കേരളം ഒരിക്കലും മറക്കില്ല. കാരണം പിണറായി വിജയന്റെ നെഞ്ചൂക്കിന്റെ പിൻബലത്തിലും ചെങ്കൂറ്റത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് 2000 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയത്. അങ്ങനെയാണ് ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന പദ്ധതി 6 വരി പാത യാഥാർത്ഥ്യമായത്. അപ്പോഴാണ് ഏതോ ഒരു സ്ഥലത്ത് ഇടിഞ്ഞിട്ടുണ്ട്, എവിടെ പിണറായി എന്ന് ചോദിച്ചു ഞാൻ ഇപ്പൊ അങ്ങനെ വരിക. എവിടങ്ങളെന്നല്ലേ പറഞ്ഞത് ഇത് ഗഡ്കരിയുടെ റോഡാണ്. ഒരു സ്ഥലത്ത് വിണ്ടപ്പോ പിണറായി എവിടെ, റിയാസ് എവിടെ,
എന്നും ചോദിച്ച് കോൺഗ്രസുകാരും ലീഗുകാരും ഇറങ്ങിയിരിക്കുകയാണ്. ഒരു സ്ഥലത്തല്ലേ വിട്ടിട്ടുള്ളൂ. മലയാള മനോരമയൊക്കെ എന്താ എഴുതുന്നത്? ഇന്നത്തെ മലയാള മനോരമയുടെ ഹെഡിങ് കണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു. പുതും ഇന്നത്തെ മെയിൻ ഹെഡിങ് വായിച്ചില്ലേ? പുതും. അപ്പൊ എന്താണ്? നാഷണൽ ഹൈവേയിൽ വിള്ളലുണ്ടായത് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു എന്ന് സൂചിപ്പിക്കാനാണ് പുതും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നന്നാക്കിക്കോളൂ. നാഷണൽ ഹൈവേക്കാരത് നന്നാക്കും, ഒരു തർക്കവും വേണ്ട. ഈ ചീറിപ്പാഞ്ഞ് ഇപ്പോ പണി പൂർത്തിയായ റോട്ടിലൂടെ പോകുന്ന ആളുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് സൈക്കിളിൽ ജോലിക്ക് ഇതുമ്മക്കൂടി ഇങ്ങനെ പോണ് കണ്ടിട്ട്, ആ വരയും കുഴിയൊക്കെ ഇട്ട റോട്ടുമ്മക്കൂടി ഇങ്ങനെ പോണ് കണ്ടിട്ട് ഓൽക്കന്നെ തോന്നുന്ന പിണറായി ഇനിയും വരും. ആകെ ബുദ്ധിമുട്ടായിട്ട്, ആകെ അസഹിഷ്ണുത, ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് സത്യത്തിൽ കോൺഗ്രസ് ലീഗ്. 9ാമത്തെ കൊല്ലാണിത്. 3ാം തവണ 3ാം മൂഴം സഖാവ് പിണറായി വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. കാരണം ആ റോട്ടുമ്മ കൂടി പോണേ ഒരു മനുഷ്യൻ UDF നോട്ടിലേക്ക് പെടുത്തില്ല. കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ തീർപ്പിക്കും. കാരണം നമ്മളും കൂടി കൊടുത്തിട്ടുണ്ട് 6000 കോടി രൂപ. 6000 കോടി എന്തിന്? സ്ഥലം ഏറ്റെടുക്കുമ്പോ കേരളത്തിൽ സ്ഥലവില കൂടുതലാണ്, അതുകൊണ്ട് സ്ഥലവിലയുടെ 25% സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം എന്ന് പറഞ്ഞു കേന്ദ്രം. നമ്മളുടെ ആളുകൾക്കല്ലേ കിട്ടുന്നത്. 25% കൊടുത്താലും വേണ്ടിയില്ല, ഇവരെ വിടാൻ പറ്റില്ല എന്ന് നമ്മളും തീരുമാനിച്ചു. അങ്ങനെ 25% നമ്മൾ കൊടുത്തു. അങ്ങനെ സ്ഥലമുടമക്ക് 10 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 2.5 ലക്ഷം രൂപ നമ്മളുടേതാണ്, സംസ്ഥാന ഗവൺമെന്റിന്റേതാണ്. അപ്പൊ നമ്മളും കൂടി പണം കൊടുത്താണ് സ്ഥലം വാങ്ങിയത്. അവിടെ റോഡുണ്ടാക്കുമ്പോൾ അതിൽ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കാൻ നമുക്കും തീർച്ചയായും അവകാശമുണ്ട്. ആ അവകാശം വിനിയോഗിക്കും. കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കും. 5 കൊല്ലത്തേക്കാണ്. കേടുപാട് വരുന്നുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള കരാർ അത് നമ്മുടെ സംസ്ഥാനത്തെ റോഡുകൾക്കും ബാധകമാക്കിയിരിക്കുന്നു. അപ്പൊ നാഷണൽ ഹൈവേ വന്നു, അത് വരില്ലായിരുന്നു. ഈ വയനാട് ജില്ലയിലെ എല്ലാ PWD റോഡുകളും റബറൈസ് ചെയ്തു. വിഴിഞ്ഞം തുറമുഖം വന്നു. ഏതാണ്ട് 8000 കോടി രൂപയാണ് ആ തുറമുഖത്തിന് വേണ്ടി ചെലവായത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചു തുറമുഖമല്ലേ, അത് കേന്ദ്ര സർക്കാർ ആകും വലിയൊരു തുക എടുത്തിട്ടുണ്ടാവുക. കണക്ക് പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് വായിച്ചില്ലേ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സംസ്ഥാന സർക്കാരിന്റെ മുൻകൈയിൽ വന്നിട്ടുള്ള ആദ്യത്തെ തുറമുഖമാണ് ഈ വിഴിഞ്ഞം തുറമുഖം. 8000 കോടി രൂപ ചെലവായി. അതിൽ 5200 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകിയതാണ്. 2000 കോടി രൂപ അദാനി ആ കമ്പനി നൽകിയതാണ്. തിരിച്ചു കൊടുക്കാമെന്നുള്ള വ്യവസ്ഥയിൽ കേന്ദ്ര സർക്കാർ ലോണായിട്ട്, കടമായിട്ട് നൽകിയത് 814 കോടി രൂപ. അത് ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി വന്നത്. നമ്മളുടെ 5200 കോടി രൂപ ചെലവിട്ട് നമ്മൾ മുൻകൈയെടുത്തുണ്ടാക്കിയ വിഴിഞ്ഞം തുറമുഖം. ആ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാകുമായിരുന്നോ പിണറായി വിജയനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിൽ? എന്തൊക്കെ ഇവര് അത് കല്ലെത്താക്കാൻ വേണ്ടി നോക്കി, എന്തൊക്കെ. വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ചില മതനേതാക്കളെ മുന്നിൽ നിർത്തി ആ പദ്ധതിയുടെ കണക്ക് കത്തിവെക്കാൻ നോക്കിയത് ഓർമ്മയില്ലേ? മറന്നുപോയത് ഈ നാട്ടിലെ ജനങ്ങൾ. അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി. ഗെയിൽ വാതക പൈപ്പിലേക്ക് ഏതാണ്ട് 300-400 കിലോമീറ്ററാണ്. അതും ഭൂമിക്കടിയിലൂടെ പാകിയില്ലേ? സ്ഥാപിച്ചില്ലേ ഗെയിൽ വാതക പൈപ്പിലെ? ഇടമൺ കൊച്ചി പവർ ഹൈവേ കടുത്ത വേനലല്ലേ കഴിഞ്ഞുപോയത്? AC ഇല്ലാത്ത വീടുകളുണ്ടോ? എന്തെങ്കിലും ഒരു രാത്രി നിങ്ങളുടെ വീട്ടിൽ പവർ കട്ടുണ്ടായ, ലോഡ് ഷെഡിംഗ് ഉണ്ടായ? ലോഡ് ഷെഡിംഗും പവർ കട്ടും ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇടമൺ കൊച്ചി പവർ ഹൈവേ, ഇലക്ട്രിസിറ്റിയുടെ പവർ ഹൈവേ 350 കിലോമീറ്റർ വലിക്കുന്നത് തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിയോട് ചില സ്വകാര്യ മുതലാളിമാർ പോയി പറഞ്ഞു, ഞങ്ങളുടെ എസ്റ്റേറ്റിന്റെ മുകളിലൂടെയാണ് ഈ ലൈൻ വലിച്ചു കൊണ്ടുപോവുക.
ചില പള്ളി കമ്മിറ്റിക്കാർ പോയി പറഞ്ഞു ഞങ്ങളുടെ പള്ളിക്ക് മുകളിലൂടെയാണ് ഇത് വലിച്ചു കൊണ്ടുപോവുക. ചില ക്ഷേത്ര കമ്മിറ്റിക്കാര്, ചില മസ്ജിദ് കമ്മിറ്റിക്കാര് അവരൊക്കെ ആന്റണിയുടെ മുമ്പിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. ആന്റണി പറഞ്ഞു എങ്കിൽ വേണ്ട. പക്ഷേ പിണറായി വിജയൻ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ പവർ ഹൈവേ യാഥാർത്ഥ്യമായില്ലെങ്കിൽ കേരളം ഇരുട്ടിലാകും. നമ്മളുടെ മക്കൾ നാളെ ചിമ്മിണി വിളക്ക് കത്തിച്ചു വെച്ച് മണിക്കൂറുകൾ തള്ളി നീക്കേണ്ടി വരും, രാത്രികൾ തള്ളി നീക്കേണ്ടി വരും. ഞങ്ങൾ ഇത് വലിക്കാൻ വേണ്ടി പോവുകയാണ്. എതിർക്കേണ്ടവർക്ക് എതിർക്കാം. ഒരൊറ്റാൾ എതിർത്തോ? ഇവിടെ പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ മതി, പിന്നെ ആരും എതിർക്കില്ല. അതുകൊണ്ടാണ് കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾക്ക് അങ്ങനെ ഒരു വിൽ പവർ ഉണ്ടോ? നിങ്ങൾ പിണറായി വിജയനെ നാട്ടിലിറങ്ങി കുറ്റം പറയും. നിയമസഭക്കകത്ത് എന്തെങ്കിലും ഒന്ന് പിണറായി വിജയനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പൊടി കാണാറുണ്ടോ? കേരളത്തിന്റെ നിയമസഭയിൽ എല്ലാം തേച്ചൊട്ടിക്കില്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ? കേരളത്തിന് വർത്തമാനകാലത്ത് ആവശ്യമുള്ള ഒരു മുഖ്യമന്ത്രിയെയും ഒരു മുന്നണിയെയുമാണ് കേരളം നെഞ്ചേറ്റിയത്. ഒരു തവണയല്ല, 2 തവണ തുടർച്ചയായി ഭരണം ഇടതുപക്ഷത്തിന് ലഭിച്ചപ്പോൾ കേരളത്തിലുണ്ടായ മാറ്റം നിങ്ങൾ കണ്ടില്ലേ? 3ാമത്തെ ഊഴവും ഇടതുപക്ഷത്തിന് ലഭിച്ചാൽ കേരളം വാനോളം ഉയരും. LDF തുടരണം, LDF വരണം, കേരളം ആകാശത്തോളം ഉയരണം.